मेरा जन्म ग्राम कैली तहसील आमला जिला बरेली उत्तर प्रदेश में एक ब्राह्मण परिवार में हुआ। ഹാത്രസ് ഒരു പാഠമാണ്. സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണ് ഒരു പിടി വാരാൻ പോയി സ്വയം വരുത്തിവെച്ച ദുരന്തത്തിന്റെ അവശേഷിപ്പ്. 121 പേരുടെ ജീവൻ കവർന്നെടുത്ത ദുരന്തത്തിന്റെ എല്ലാ വശവും അന്വേഷിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. ഭോലെ ബാബ എന്ന സൂരജ് പാൽ സിംഗിന്റെ ചരിത്രവും മുൻകാല കേസുകളും കുടഞ്ഞെടുത്ത് അരിച്ചു പെറുക്കുന്നുണ്ട്. എഫ്ഐആറിൽ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും ബാബയെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും പോലീസിന് ഒരുപാട് കാര്യങ്ങളിൽ ബാബയിൽ നിന്നും നേരിട്ട് ഉത്തരം ലഭിക്കാനുണ്ട്. 15 പേജുള്ള 90-ലധികം ആളുകളെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പോലീസ് ഇക്കാര്യങ്ങൾ. के लिए करीब 30 लोगों को അക്ഷരാർത്ഥത്തിൽ ശവപ്പറമ്പായിരുന്നു സിക്കന്ദർ റാവുവിലെയും ഹാത്രസിലെയും ആശുപത്രികൾ ആ രാത്രി. ദുരന്തത്തിന്റെ ആഘാതം അറിയാതിരിക്കാൻ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത് 4 വ്യത്യസ്ത ആശുപത്രികളിലേക്ക്. അലിഗഡ് കാൺപൂർ ദേശീയപാതയുടെ ഓരത്ത് ആരെയും നടുക്കുന്ന, നെഞ്ചു പിടിച്ച് കുലുക്കുന്ന ദുരന്തം. ഹാത്രസ് ദുരന്തത്തിൽ ഗൂഢാലോചനയ്ക്ക് പങ്കുണ്ടോ എന്ന സംശയവും പോലീസ് ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപകട സംഭവങ്ങൾ പോലീസ് ഇന്നലെ പുനരാവിഷ്കരിച്ചിരുന്നു. നടന്ന രീതി മനസ്സിലാക്കാനും ബാബയുടെ നീക്കങ്ങൾ ട്രേസ് ചെയ്യാനുമായിട്ട്. അപകടം നടന്ന വേദി വിട്ട ബാബ വാർത്തയറിഞ്ഞ ശേഷം വിളിച്ചതാകെ 4 കോളുകൾ. 4ഉം ട്രേസ് ചെയ്യപ്പെട്ടത് ബാബയുടെ മെയിൻപുരിയിലെ ആശ്രമത്തിലേക്ക്. മെയിൻപുരിയിലെ ഈ ആശ്രമത്തിന് ചുറ്റും വൻ പോലീസ് സന്നാഹമുണ്ട്. പക്ഷെ പോലീസിനകത്ത് കയറാൻ സാധിക്കുന്നില്ല. ഈ ആശ്രമത്തിൽ ഭോലെ ബാബ ഇല്ല എന്നുള്ളതാണ് നിലവിലുള്ള നിഗമനം. സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന് വേണ്ടി 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഹാത്രസും അലിഗഡും സന്ദർശിച്ച് പരിക്കേറ്റവരെ കണ്ടു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് തന്നാൽ കഴിയുന്ന പോലെ ആശ്വാസമേകാനും രാഹുലിന് കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ഹാത്രസ്, ഡൽഹി.